ചന്തയിൽ എത്ര മീൻ കളയുന്നുണ്ട്? 20-25 തന്നെ കളയും. നല്ല മീനാണോ? അതെ. ഇതെന്തല്ല? ചിത്തേനെയാണ്. ഇക്കാളി ആ നല്ലൊരു തൊരലിട്ടെ. അമ്മു ഇവിടെ വാ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ട. എത്രയുണ്ട്? 1200. നെല്ലെടുത്തോളം പറ. ആ വലിയ ചാക്ക് തല വെക്കടോ. താനും പൊക്കോ. ഈ നെല്ലൊക്കെ എവിടേക്കാ കൊടുത്തേക്കണേ? എന്തേ? അല്ല ചോദിച്ചാ. അമ്മാവൻ കൊടുക്കാനുള്ള കടം കുറച്ചൊന്നുമല്ല, നാട് മുഴുവൻ കടം ആക്കിയിരിക്കാം. ഞാനെങ്കിലും കൊടുത്തു തീർക്കണ്ടേ. വാ, കുറച്ച് സംഭാരം വേണം. അമ്മണി മാറിക്കടി വന്ന്. അന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ ഞാൻ വലിയ ഉപകാരമായി. ദേവിയെ വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. എടി എടി എണീക്കടി, ഒന്ന് എണീക്ക്. പറ്റാ പാല് കിടന്ന് ഉറങ്ങുന്നോടി, എണീക്ക്. പ്രഭാകരൻ വന്നിട്ടുണ്ട്. കേട്ടെ വാ. ദേവകി, നിന്നെ ഓർത്താ ഞാൻ ഈ കാശ് കൊടുക്കണൊക്കെ. നിന്നെ അവിടെ നോക്കണില്ലേ? ഇല്ല അച്ഛാ, എന്നെ നോക്കാൻ പോവാ. എന്താ ഉച്ചയ്ക്ക് ഉണ്ടാ വരാഞ്ഞേ? പാടത്ത് പണി നടക്കുമ്പോ കുളിക്കാനും ഉണ്ടാനൊന്നും പറ്റിയെന്ന് വരില്ല. പാടത്ത് വന്നില്ലെന്ന് പറഞ്ഞല്ലോ. ആര്? പണിക്കാര്. ശരി, പോയില്ല. അതിന് നിനക്കെന്ത്? പോണമെന്ന് നമുക്ക് നിന്നെ ബോധ്യപ്പെടുത്തണോ? നീ നിന്റെ കാര്യം നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദീനം പിടിച്ചു ചേർന്ന എനിക്കല്ലേ ബുദ്ധിമുട്ട്. ജാനു, ആ ജോലിക്ക് വരൂ. ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. മുളയിലെ നുള്ളിയത് വളരെ നന്നായി മോളെ, എനിക്കിഷ്ടപ്പെട്ടു.
അമ്മോ, ഇവിടെ വെച്ചിരുന്ന മച്ചിന്റെ താക്കോലുണ്ടോ? ഇതാ. ഇതെങ്ങനെ മാറ്റി വെച്ചേ? ഞാൻ മാറ്റി വെച്ചതല്ല, ഇത് അവിടെ ഇരുന്നത്. ഞാൻ ഇവിടെ അല്ലേ വെച്ചിരുന്നത്? അവിടെ ഞാൻ കണ്ടത്. ആരാ മാറ്റി വെച്ചെന്ന് എനിക്കറിയില്ല. താക്കോൽ നടന്നു പോവോ? എനിക്കറിയില്ല. ഉമ്മ വരൂ. ചോറാണോ? വേണ്ട, നെയ്യിട്ട് കുറച്ച് കഞ്ഞിയുണ്ടാ. എന്താ? കുറച്ച് പനിയുണ്ട്. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. കഞ്ഞി നെയ്യിട്ട് വേണോ? നെയ്യ് വേണ്ടേ? നിന്റെ വൈദ്യൊന്നും വേണ്ട, പറഞ്ഞത് കേട്ടാ മതി. പോയിരുന്നുണ്ടോ? ദാ കഞ്ഞി. എന്ന് ഞാൻ വിളിച്ചേ? സാധാരണ ഒഴിക്കാറില്ല നെയ്യ് തന്നെയാ. നോക്ക്. ഒന്നുമില്ലല്ലോ, നല്ല നെയ്യാ. പിന്നെ എനിക്ക് മാത്രം തോന്നുക? ചൂരടിച്ചിട്ട് കഴിക്കില്ലാരും. നാറിയ നെയ്യ് ഒഴിച്ചിട്ട് വന്നിരിക്കുന്നു. നീ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാൻ കൊള്ളില്ല. ഇതൊന്നും ആരുടെയും കുറ്റമല്ല. അമ്മാവൻ കെട്ടഴിച്ചു വിട്ട് വളർത്തിയ മരുമോനാ. അതിപ്പോ താളം തെറ്റി. അതൊന്നും ആലോചിച്ച് അമ്മൂട്ടി വിഷമിക്കണ്ട. ഭാര്യ, ഭർത്താവ്, കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ കുടുംബമല്ല. ഈ ചെറിയ ചെറിയ വ്യസനങ്ങളാണ് അതിന്റെ സുഖം. അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവണം. 3 കുടുംബം പരത്തിയവനാ ഈ കോരുമാൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് ഇങ്ങനെ പെരുമാറിയ ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പോ പ്രഭാകരനെ നന്നാക്കിയെടുക്കാൻ ഒരൊറ്റ ആൾക്കേ സാധിക്കുള്ളൂ. ദൈവത്തിനല്ല, അമ്മൂന്. വേം വരില്ലേ? കുറച്ച് വൈകും, കാത്തിരിക്കണ്ട. സന്ധ്യയായ ദിവസം നിങ്ങൾക്ക് എന്താ എത്ര ജോലി? ഞാനിവിടെ ഇരിക്കാം. പുറത്തെ കാര്യം നീ നോക്കി നടത്തോ? എന്ത് നല്ല കാര്യത്തിനെങ്കിലും തടസ്സം പറയും. പോണ കാര്യം നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലല്ലേ? ഞാൻ എന്ത് വെച്ചാണ് ചെയ്യുന്നത്? നിന്നെ കൊണ്ടൊന്ന് തീറ്റിപ്പറ്റി വളർത്തുന്നതോ? കുറച്ച് ഏറുണ്ട്. ആണുങ്ങളെ പിടിച്ച് വളർത്തുന്നുണ്ടാവണം. അതില്ല.